ഇന്ന് രാവിലെ സന്തോഷത്തോടെ ഒരുമിച്ചായിരിക്കാൻ കർത്താവ് ഇടയാക്കിയല്ലോ. परमेश्वर ने अवसर दिया कि आप सबके साथ मिलकर आनंद के साथ बैठने के लिए परमेश्वर ने अवसर दिया. നമ്മളെല്ലാ സമയത്തും കർത്താവിനെ സ്തുതിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്തവരാണല്ലോ. हम हर समय परमेश्वर की स्तुति आराधना करने वाले लोग हैं. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദാനത്തിന്റെയും പുറകിൽ ദൈവത്തിന്റെ കരമാണ്. हम समाज में सभी आशीषों के पीछे परमेश्वर की दया और कृपा है. ദൈവം തരുന്ന ഓരോ വർഷങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. परमेश्वर देने वाले हर एक वर्ष के लिए परमेश्वर को धन्यवाद करें. തോമസ് പാസ്റ്റർക്കായി സ്തോത്രം ചെയ്യുന്നു. थॉमसन पास्टर जी का मैं धन्यवाद करता हूँ. ബഹുമാന്യനായ രാജു പിതാ പാസ്റ്റർക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. आदरणीय राजू जी पास्टर का मैं धन्यवाद करता हूँ. ജോയ് പാസ്റ്റർക്കായി സ്തോത്രം ചെയ്യുന്നു. जय पास्टर जी का मैं धन्यवाद करता हूँ. സജി പാസ്റ്റർ എന്റെ സ്നേഹിതനായ സജി പാസ്റ്റർക്കായി സ്തോത്രം ചെയ്യുന്നു. और हमारे प्रिय सजी पास्टर जी का मैं धन्यवाद करता हूँ. എല്ലാ ബഹുമാനരായ ദേവദാസന്മാർ, ഈ യോഗത്തിലായിരിക്കുന്ന എല്ലാ ബഹുമാന ദേവദാസന്മാർക്കും ദേവദാസിമാർക്കും കുഞ്ഞുങ്ങൾക്കും യുവതി യുവാക്കൾ എല്ലാവർക്കും വന്ദനം അറിയിക്കുന്നു ഉത്തർപ്രദേശിലെ റായ്ബറേലിയിൽ നിന്നും. आज जितने भी यहाँ पे आदरणीय पासवान जन, प्रिय भाई, प्रिय बहन, माताएं, पिताएं, बच्चे, युवक युवती, जितने लोग यहाँ बैठे हैं, सबको रायबरेली कलीसिया से मैं आप सबको जय मसीह कहता हूँ. ബഹുമാന സജി പാസ്റ്ററുടെ ആരാധന ലീഡ് ചെയ്ത ആരാധനയിൽ വളരെ സന്തോഷത്തോടെ ഒരുമിച്ചായിരുന്നല്ലോ. सजी पास्टर जी के साथ मिलकर हम आराधना करते समय हमें बड़ा आनंद हुआ. ദൈവം വീണ്ടും നമ്മളെ സഹായിക്കട്ടെ. परमेश्वर हमारी सहायता करे. ഞാൻ പൂർണ്ണമായി മനസ്സിലാക്കുന്നു എല്ലാവരും വളരെ പ്രാർത്ഥനയോടെയായിരിക്കുന്നു. हम सब बड़े ही प्रार्थना के साथ बैठे हैं. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സംസാരിച്ചതുപോലെ തന്നെ വചന ശുശ്രൂഷ സമയത്ത് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥനയോടെ ആയിരുന്നാൽ നിശ്ചയമായി ദൈവം സംസാരിക്കുന്നു. जैसे पिछले हफ्ते दिनों में हम कह रहे थे कि वचन के मनादी के वक्त अगर हम प्रार्थना करेंगे तो परमेश्वर हमसे बात करेगा. ദൈവമക്കളെ സംബന്ധിച്ച് ദൈവിക ശബ്ദം കേൾക്കുക എന്നുള്ളത് വളരെ ആനന്ദകരമായ സമയമാണ്. अगर प्रभु के जनों के बारे में अगर हम लोग बात करें तो वचन से बात करने की जो बातें हैं ये बहुत ही आनंद देने वाली बातें हैं. പല യോഗങ്ങളും വലിയ ഉത്സാഹത്തോടെ ആരംഭിച്ച് അവസാനം ചാർജ് കുറഞ്ഞ് അവസാനം ഇല്ലാതെ ആയിട്ടുണ്ട്. कई ऐसी सभाएं हैं, कई ऐसे जगहें हैं जहाँ पे शुरुआत अच्छी होती है लेकिन आखिर में आते आते थक जाते हैं. എന്നാൽ നമ്മുടെ ഗോഡ്സ് മിഷൻ തികച്ചും വ്യത്യസ്തമായി ആരംഭത്തെക്കാൾ അധികം ശക്തിയോടെ മുമ്പോട്ട് പോകുന്നതിനെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. लेकिन ये गॉड्स मिशन जो ये प्रार्थना है इसके लिए परमेश्वर का धन्यवाद करता हूँ. दिन ब दिन इसमें जो इसमें दिन ब दिन ये बढ़ती जा रही है. प्रभु से आशीष करता जा रहा है. വളരെ ആത്മാർത്ഥമായിട്ട് അധ്വാനിക്കുന്ന ദൈവാസന്മാരെ ഉള്ളത് കൊണ്ടാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. बड़े ही मेहनत और लगन के साथ लगे रहने वाले पासवान इनके पीछे हैं. हम ये सब बात जानते हैं. അവർ വളരെ അധ്വാനിക്കുന്നു. ഓരോ ദിവസത്തെയും മീറ്റിംഗിന് വേണ്ടി വളരെ പ്രയത്നിക്കുന്നു. वो बड़ी ही मेहनत करते हैं. हर एक सभा के पहले वो सब चीजों को ध्यान देखते हैं. അമ്മേ നമുക്ക് വളരെ പ്രാർത്ഥനയായിരിക്കാമല്ലോ എന്ന് बड़ी പറയും. ही प्रार्थना के साथ हम बैठेंगे. അമ്മേ വളരെ പ്രശ്നങ്ങളുള്ള ദിനങ്ങളിലാണല്ലോ നാം ആയിരിക്കുന്നത്. बड़े ही मुश्किल दिनों में हम लोग गुजर रहे हैं. ഓരോ ദിവസങ്ങളിലും ഓരോരോ സന്ദേശങ്ങൾ കേൾക്കുന്നു. ദൈവസഭയ്ക്ക് വിരോധമായുള്ള കാര്യങ്ങൾ. हर दिन अलग अलग कलीसियाओं से हम ये बातें सुनते हैं, परमेश्वर के राज्य के विरोध वाली बातें. എന്നാൽ ഒരു കാര്യം നമുക്കറിയാം, നമ്മൾ ഈ ശുശ്രൂഷ വിട്ട് ഓടിപ്പോകേണ്ടവരല്ല. लेकिन एक बात हम जानते हैं, ये सेवा को छोड़कर जाने वालों में से हम नहीं. നമ്മൾ ഉറച്ചു നിന്ന് ദൈവത്തിന്റെ കാര്യങ്ങൾ ചെയ്യും. हम दृढ़ रहकर, खड़े रहकर परमेश्वर के नाम की सेवा അവസാന ശ്വാസം വരെ നമ്മൾ ഈ ദൈവത്തിന്റെ വേലയിൽ ഓടും. आखिरी सांस तक इस परमेश्वर की सेवा के लिए दौड़ेंगे. നമ്മുടെ എത്രയോ പിതാക്കന്മാരായവർ കഷ്ടം സഹിച്ച് ദൈവത്തിന് വേല ചെയ്ത് അവർ അക്കരെ നാട്ടിലേക്ക് പ്രവേശിച്ചു. ऐसे हमारे पिताएं, कितने सारे पिताएं हैं, हमारे बाप दादाएं जो सेवा कर कर आखिरी श्वास तक सेवा कर आज प्रभु में सो रहे हैं. നമുക്ക് എല്ലാ രീതിയിലുള്ള സുഖ സൗകര്യങ്ങളും ഉണ്ട് ഈ നാളുകളിൽ. आज के समय में हमारे पास सभी प्रकार की सुख संपत्ति है. എന്നാൽ നമ്മുടെ പിതാക്കന്മാരായ ദൈവദാസന്മാർ, ദൈവദാസിമാർ അവരുടെ കഷ്ടതയിലൂടെ, പട്ടിണിയിലൂടെ കൂടെ നിൽപ്പാൻ ആരുമില്ലാതിരുന്നപ്പോഴും ഒരു വിശ്വാസത്തിന് വേണ്ടി തന്നെ നിലകൊണ്ടു. അവർ കർത്താവിന്റെ വേല ചെയ്തുകൊണ്ട് നിത്യതയിലേക്ക് പ്രവേശിച്ചു. लेकिन हमारे जो पिता बाप दादाओं के जमाने में प्रियो ये सब सुख संपत्ति नहीं थी. कष्ट था, क्लेश था, अकाल था, लेकिन उस समय में भी वो बड़े दृढ़ता के साथ, विश्वास योग्यता के साथ परमेश्वर की सेवा कर रहे थे. ഞാൻ ഈ ദിവസങ്ങളിൽ സഭാചരിത്രം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു ഈ നാളുകളിൽ. मैं इन दिनों में कलीसिया के इतिहास के बारे में पढ़ रहा था और पढ़ा रहा था इन दिनों में. എത്രയോ ഇന്ന് വരെ ചരിത്രം വായിക്കുമ്പോൾ ഏകദേശം 14 കോടിയിലധികം രക്തസാക്ഷികൾ ഉണ്ടെന്നാണ് ചരിത്രം പറയുന്നത്. ക്രിസ്തീയ രക്തസാക്ഷികൾ. अगर इतिहास को अगर हम माने तो इतिहास के हिसाब से, मसीही इतिहास के बारे में सोचे तो 14 करोड़ लोगों ने इस वचन के लिए, इस सेवा के लिए अपने आप की शहादत दी. എണ്ണമില്ലാത്ത എത്രയോ മറ്റ് കോടികളും ഉണ്ടാകാം. और ऐसे कई सारे लोग हैं, ऐसे और भी कितने लोग हैं जिनकी गिनती इन 14 करोड़ में नहीं हुई है. റോമൻ രാഷ്ട്രത്തിന്റെ, റോമൻ ഭരണാധികാര കാലഘട്ടത്തിന് ശേഷമുള്ള കത്തോലിക്ക ഭരണസമയത്തും പോപ്പുമാരുടെ കാലഘട്ടത്തുമെല്ലാം എത്രയോ പ്രൊട്ടസ്റ്റന്റ് വിശ്വാസികളെ കൂട്ടമായി കഴുത്തറുത്ത് കൊന്നത്, നിരവധി കൂട്ടക്കൊലകൾ നടത്തിയ ചരിത്രമാണ്
ആമേ ക്രിസ്തീയ ചരിത്രത്തിലുള്ളത്. मसीह इतिहास में देखें तो कैथोलिक राज्य में और पोप के राज्य में कितने सारे प्रोटेस्टेंट कलीसियाओं में सताव हुआ और कितने लोगों को जान से मार दिया गया, ये इतिहास हम देखते हैं और पढ़ते हैं. ദൈവാസന്മാരെയും കൂട്ടക്കുരുതി നടത്തിയ ചരിത്രമാണ് ക്രിസ്തീയ പാരമ്പര്യത്തിലുള്ളത്. ऐसे हमारी कलीसिया की जो मसीह इतिहास है इसमें हम देख सकते हैं परिवारों को इकट्ठा मार दिया जाता. എന്നാൽ ഇന്ന് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ ഈ പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്യും. लेकिन हम सब जानते हैं आज के दिन में भी थोड़ी समस्याएं मुश्किलें हैं, लेकिन हम इनका सामना करेंगे. ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യമാണ്. आज का हम मनन का जो आयत है प्रकाशित वाक्य उसका 2रा अध्याय उसका 10वीं आयत हम पढ़ेंगे. വായിക്കുന്നു, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക എന്നാണ് വായിക്കുന്നത്. यहाँ पे लिखा है कि मत डर, आखिर समय तक विश्वासी रहने की बात लिखी गई. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക എന്നാൽ നീ ജീവകിരീടം പ്രാപിക്കും. यहाँ पे लिखा है आखिरी प्राण देने तक विश्वासी रहे तो मैं तुझे जीवन का मुकुट दूंगा. ആരംഭത്തിൽ ശൂരന്മാരായ അല്ലെങ്കിൽ ശക്തന്മാരായി ഓടിയ നിരവധി പേരുണ്ട്. ऐसे कितने लोग हैं जो शुरुआत में बड़े ही तेज दौड़े थे, എന്നാൽ പതുക്കെ സമയം നീങ്ങിയപ്പോൾ അവരുടെ സ്പീഡ് കുറഞ്ഞു. लेकिन जिस प्रकार समय बीता तो उनका जो गति थी वो धीमी होती गई. 2 തിമോഥെയോസിന്റെ ലേഖനം 4-ാം അധ്യായത്തിൽ 2 तिमोथी उसका 4था अध्याय में जब हम पढ़ते हैं तो പൗലോസ് ഒരു വ്യക്തിയെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. तो पौलुस एक व्यक्ति के बारे में यहाँ कहता है इस प्रकार. 4-ാം അധ്യായത്തെ 10-ാമത്തെ വാക്യം. 4था अध्याय उसका 10वां आयत में इस प्रकार लिखा है. 2 തിമോത്തി chapter 4 verse 10. 2 तिमोथी 2रा अध्याय उसका 10वां आयत. വായിക്കും, ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി. यहाँ लिखा है देमास ने इस संसार को प्रिय जानकर मुझे छोड़ दिया और തെസ്സലോനിക്കെ को चला गया. പൗലോസിന്റെ അന്തിമ ലേഖനത്തിലെ അന്തിമ വാക്കുകളാണ്, അതിന്റെ അവസാനത്തെ വാക്കുകളാണ് നാം വായിക്കുന്നത്. 2 തിമോഥെയോസിന്റെ അവസാനത്തെ അധ്യായങ്ങൾ. दूसरा जो तिमोथी है ये किताब जो है ये अध्याय जो है हम जो पढ़ रहे हैं पौलुस के जीवन के आखिरी शब्द हैं ऐसा माना जाता है. നിരവധി വർഷങ്ങൾ പൗലോസിനോട് കൂടെ യാത്ര ചെയ്ത് ശുശ്രൂഷ ചെയ്ത് പല സ്ഥലങ്ങളിൽ വായിക്കുന്നു. കൊലോസ് ലേഖനം 4-ാം അധ്യായത്തിലും അതുപോലെ മറ്റു പല ലേഖനങ്ങളും ദേമാസിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. തന്റെ കൂടെ നടന്ന ഒരു ദൈവവൃത്യനായ സുവിശേഷകനായ ദേമാസ്. പക്ഷേ വായിക്കുന്നു, പൗലോസിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് വരുമ്പോൾ പൗലോസിന്റെ കഷ്ടതയെ കണ്ട് ദൈവസഭയുടെ കടന്നു പോകുന്ന പരിസ്ഥിതികളെ കണ്ടിട്ട് താൻ ലോകത്തെ അധികം സ്നേഹിച്ച് പൗലോസിന്റെ മേലുള്ള വിശ്വാസം കുറഞ്ഞ് അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ മേലുള്ള വിശ്വാസം കുറഞ്ഞിട്ട് അവൻ ലോകത്തിലേക്ക് പോയെന്ന് വായിക്കുന്നു. हम यहाँ देख सकते हैं देमास के बारे में अलग अलग किताबों में लिखा है कि देमास पौलुस के साथ अलग अलग सेवाओं में अलग अलग यात्राओं में था और वो सेवा में लीन व्यक्ति था. लेकिन पौलुस के आखिरी दिनों में जब पौलुस अपने आखिरी दिन में था तब यहाँ देख सकते हैं देमास संसार की तरफ ज्यादा मुड़ गया, क्योंकि संसार सताव कर रहा था, कलीसिया को सता रहा था. पौलुस के ऊपर जो सताव हुआ, कलीसिया के ऊपर जो सताव हुआ उसको देखकर देमास संसार की तरफ खिंच गया. 4-ാം 10-ാം വാക്യമാണ് വായിച്ചത്. വായിക്കുന്നു, ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തെസ്സലോനിക്കയിലേക്ക് പോയി. 10वें आयत में लिखा है इस प्रकार देमास ने इस संसार को प्रिय जानकर मुझे छोड़ दिया और തെസ്സലോനിക്കെ को चला गया. എന്നെ വിട്ടു ലോകത്തെ സ്നേഹിച്ചു, मुझे छोड़ा और संसार से प्रिय रखा. അതുകൊണ്ട് താൻ സുവിശേഷ വേലയിൽ നിന്ന്, इसलिए वो सेवा में से, കർത്താവിന്റെ സഭയിൽ നിന്ന്, परमेश्वर की कलीसिया में से ലോകത്തിലേക്ക് വഴുതി വീഴുകയാണ്. संसार की तरफ खिंचता चला गया. എത്രയോ പേർ നമ്മുടെ കൂടെ, അല്ലേ, സത്യല്ലേ, ശരിയല്ലേ, എത്രയോ പേർ നമ്മുടെ കൂടെ ശുശ്രൂഷ ആരംഭിച്ചവർ, നമ്മുടെ കൂടെ വിശ്വാസത്തിലേക്ക് വന്നവർ ലോകത്തിലേക്ക് വഴുതി മാറി. ऐसे प्रिय कितने लोग हैं जो हमारे साथ सेवा शुरू किए थे लेकिन आखिरी के समय में अपनी सेवा को छोड़कर संसार की तरफ खिंच चले गए. ജീവിതത്തിൽ അധികം നന്മ ലഭിച്ചിട്ട് അല്ലെങ്കിൽ പ്രതികൂലത്തിന് നടുവിൽ ഏത് രീതിയിലായാലും ജീവിതത്തിൽ ക്രിസ്തുവിനോടുള്ള സ്നേഹം കുറഞ്ഞ് അവർ ലോകത്തെ സ്നേഹിച്ചുകൊണ്ട് എത്രയോ പേർ വഴുതിപ്പോയി. ऐसे प्रिय कितने लोग हमारे जीवन में हम जानते हैं जो संसार में जो उनका जो संसार की तरफ उनका ध्यान ज्यादा गया और संसार से वो ज्यादा प्रेम रखे और वो हमें छोड़कर, हमारी सेवा को छोड़कर, प्रभु की सेवा को छोड़कर संसार की तरफ चले गए. നാം സ്മുർണ സഭയെ കുറിച്ച് പഠിക്കുമ്പോൾ जब हम स्मुर्ना कलीसिया के इतिहास के बारे में पढ़ते हैं ഏറ്റവും അധികം കഷ്ടം സഹിച്ച സഭയായിരുന്നു സ്മുർണ സഭ എന്ന് മനസ്സിലാക്കാം. सबसे ज्यादा सताव सहने वाली कलीसिया थी स्मुर्ना. ആ 7 സഭകളുടെ ചരിത്രം വായിക്കുമ്പോൾ ഏറ്റവും അധികം പീഡയിലൂടെ കടന്നുപോയ സഭയാണ് സ്മുർണ സഭ. अगर 7 कलीसिया के बारे में इतिहास पढ़ते हैं तो स्मुर्ना जो कलीसिया थी वो सबसे ज्यादा सताव सहने वाली कलीसियाओं में से एक थी स्मुर्ना. അവരോട് പറയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ ശബ്ദം കേട്ടോ, ജീവപര്യന്തം വിശ്വസ്തനായിരിക്കുക. यहाँ पे जो स्मुर्ना कलीसिया से प्रभु कहता है कि जीवन प्राण देने तक विश्वासी रहे.
അതെ, ജീവപര്യന്തം വിശ്വാസിയായിരിക്കുക അല്ലെങ്കിൽ വിശ്വസ്തനായിരിക്കുക എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. यहाँ पे स्मुरना कलीसिया को प्रभु कहता है कि प्राण देने तक, आखिरी समय तक विश्वासी रहे. എന്നാൽ तब तो നീ ജീവന്റെ കിരീടം പ്രാപിക്കും. तब तुमको जीवन का मुकुट मिलेगा. അപ്പോൾ ഈ ഓട്ടം ഓടി ഫിനിഷ് ചെയ്തതിനു ശേഷം നിങ്ങൾക്കൊരു റിവാർഡ് ഉണ്ട്, പ്രതിഫലമുണ്ടെന്ന് ദൈവം ആരോട് പറയുക? സ്മുർന സഭയോട് പറയുന്നു. स्मुरना कलीसिया से प्रभु कहता है कि दौड़ने के बाद आखिर में तुमको एक परिणाम मिलेगा. അപ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയം, ജീവപര്യന്തം അവസാന ശ്വാസം എടുക്കുന്നത് വരെ നാം സ്മുർന സഭയെ നിങ്ങൾ വിശ്വസ്തരായിരിക്കണം. प्राण देने तक विश्वासी रहे, ऐसा स्मुरना कलीसिया से प्रभु कहता है. അപ്പോൾ വിശ്വാസത്തിൽ നിന്ന് വഴുതി പോകുവാൻ ഒരു നിമിഷം പോലും നമുക്ക് പെർമിഷൻ തന്നിട്ടില്ല. तो हमें ये ऐसे हिदायत दी गई है कि विश्वासी जो विश्वास है थोड़े क्षण के लिए भी वो विश्वास हमारे जीवन में से नहीं जाना चाहिए. ശരീരത്തിൽ നിന്ന് പ്രാണൻ വിട്ടുപോയാൽ, शरीर में से प्राण निकल जाए फिर भी, അതെ, വിട്ടുപോയ ശേഷം വീണ്ടും ഈ പ്രാണൻ ദൈവസേനയ്ക്ക് പോകുന്നു. ഇവിടെ പിന്നെ സമയമില്ലാത്തതുകൊണ്ട് പിന്മാറി പോകുവാൻ അല്പം പോലും സമയമില്ല. प्राण निकलने के बाद ये जो है सीधा स्वर्ग में जाएगी, सीधा प्रभु के पास जाएगा. हमारे पास बिल्कुल समय नहीं है जो संसार की तरफ भटकने के लिए. ലോകത്തെ സ്നേഹിക്കുവാനോ പൗലോസിനെ വിട്ടുപോകുവാൻ അഭിഷിക്തന്മാരോട് ചേർന്ന് നിൽക്കുവാൻ കഴിയാത്ത സമയങ്ങളോ ജീവിതത്തിൽ ഉണ്ടാകരുതെന്നാണ് അതിന്റെ അർത്ഥം. संसार से प्रिय रखने में, पौलुस को छोड़ने में और कलीसिया को छोड़ने के लिए समय नहीं है. കഷ്ടം നിരവധിയുണ്ട്, നിങ്ങൾക്ക് ഉപദ്രവമുണ്ട്, നിങ്ങൾ പലരെയും തടവിലാക്കിയിരിക്കുന്നു, അനേകരെ അവർ പ്രാണൻ വെടിഞ്ഞു ദൈവനാമത്തിനു വേണ്ടി. അതൊക്കെ ഒരു ഭാഗത്തുണ്ടെങ്കിലും ദൈവസഭയോട് പറയുന്നു, നിങ്ങളെ കുറിച്ചുള്ള എന്റെ പദ്ധതി ഇതാണ്, നിങ്ങൾ ജീവപര്യന്തം വിശ്വസ്തരായിരിക്കണം. सताव बढ़ता जाएगा, कलीसिया में सताव बढ़ेगा, मुश्किलें बढ़ेंगी, वो सब दूसरी बात है. लेकिन विश्वासी रहने के लिए यहाँ पे प्रभु कहता है, स्मुरना कलीसिया से प्रभु कहता है, तुम्हारे लिए मेरी योजना ये है कि तुम अंत तक विश्वासी रहे. എത്രയോ പേർ ജീവിതത്തിൽ നല്ല ഓട്ടം ആരംഭിച്ചു. ആമേൻ. വായിക്കുന്നു ഗലാത്യ സഭയോട് പറയുമ്പോൾ ഗലാത്യ ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യം വായിക്കാമോ? हम लोग मिलकर अभी एक वचन खोलेंगे, गलाती उसका 5वां अध्याय, गलाती उसका 5वां अध्याय उसके 7वें वचन में हम इस प्रकार पढ़ते हैं. നിങ്ങൾ നന്നായി ഓടിയിരുന്നു, സത്യമനുസരിക്കാതിരിക്കാൻ നിങ്ങളെ ആര് തടുത്തു കളഞ്ഞു? ഇങ്ങനെ നിങ്ങളെ അനുസരിപ്പിച്ചത് നിങ്ങളെ വിളിച്ചവന്റെ പ്രവൃത്തിയല്ല. വായിക്കും, നിങ്ങൾ നന്നായി ഓടിയിരുന്നു. 7वें आयत में प्रभु यहाँ लिखा हुआ इस प्रकार, तुम तो भली भांति दौड़ रहे थे. ശ്രദ്ധിക്കുക, അപ്പോൾ അവരുടെ ആരംഭം എത്രയോ നല്ലതായിരുന്നു. यहाँ पे हम देख सकते हैं कि उनकी जो शुरुआत थी वो बहुत अच्छी थी. എന്നാൽ ഏതൊക്കെയോ ബന്ധനങ്ങൾ അവരുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തിയിട്ട് നമുക്കറിയാം ക്രിസ്തുവിന്റെ ആ ലക്ഷ്യത്തിൽ നിന്ന് അവരെ അകറ്റിക്കൊണ്ടുപോയി. लेकिन ऐसे कई सारे बंधन उनके जीवन में आए जो मसीह की स्वतंत्रता में से उनको छीनकर वो संसार की तरफ मुड़ गए. ആമേ. അതുകൊണ്ട് നമ്മുടെ ദൈവിക ശബ്ദം ഇതാണെന്ന് രാവിലെ ശ്രദ്ധിക്കണമേ. ആമേ. എന്തെല്ലാം പ്രശ്നം അടിച്ചാലും, ഹല്ലേലൂയ, ആരെല്ലാം നിയമം എഴുതിയാലും പുതിയ പുതിയ നിയമങ്ങൾ വരുന്നു, എല്ലാം ശരിയൊരു ഭാഗത്ത് തിന്മകളുണ്ട്, കഷ്ടതയുണ്ട്, ഉപദ്രവങ്ങളുണ്ട്, ജയിൽ തുറന്നു കിടക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ. പക്ഷെ നാം പറയുന്നു, ആമേ, എന്തെല്ലാം കഷ്ടം നേരിട്ടാലും ആമേ നാം ഓടി ആരംഭിച്ചതിനേക്കാൾ എത്രയോ വേഗത്തിൽ നമ്മൾ ഓട്ടം അവസാനിപ്പിക്കും. चाहे सताव बढ़े, मुश्किलें बढ़े, वो पीड़ाएं बढ़े, कष्ट बढ़े, क्लेश बढ़े, हर चीजें बढ़े, लेकिन फिर भी हमें ये हिदायत दी गई है, हमें ये आज्ञा दी गई है कि हमें अंत के समय तक, प्राण देने तक विश्वासी रहने की हिदायत हमें दी गई है. നമുക്കറിയാം ഈ 4x400 റിലേ ഒക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, अगर 400/400 रिले का जो रेस होता है, अगर हम इसे समझेंगे तो നമുക്കറിയാം ആളുകളെ പല ഗ്രൂപ്പായിട്ട് മാറ്റി നിർത്തും. तो हम ये रिले रेस में जो दौड़ है उसमें देखते हैं कि कुछ लोगों को अलग अलग हिस्सों में बांट देते हैं. 400 മീറ്റർ ഓടുന്നവരാണെങ്കിൽ ആദ്യത്തെ 100 മീറ്റർ ഓടുവാൻ ഒരാൾ, പിന്നത്തെ 100 മീറ്ററിന് മറ്റൊരാൾ, അങ്ങനെ 4 പേരായിരിക്കും ഓടുന്നത്. अगर 400 मीटर का अगर वो दौड़ है तो शुरुआती 100 मीटर कोई और दौड़ेगा, दूसरे 100 मीटर तो कोई दूसरा, तीसरा, फिर चौथा, तीसरा 100 मीटर की दौड़, 400 मीटर की दौड़ होती है. അപ്പോൾ ഒരു ഭാഗത്തുള്ള ആ ടീമിന്റെ ഏറ്റവും വേഗത്തിൽ ഓടുന്ന 4 പേരെയാണ് എന്ത് ചെയ്യുന്നത്? ഓടുവാൻ വേണ്ടി റിലേക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. तो जो टीम है, उस टीम के सबसे ज्यादा अच्छे धावक जो होते हैं, 4 धावकों को इस 400 मीटर के इस दौड़ में चुनते हैं. ഈ 4 പേരെയും പിന്നെയും എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. इन चारों को भी 4 अलग अलग जगह, अलग अलग तरीके से बांटते हैं. ഏറ്റവും അതിവേഗത്തിൽ ഏറ്റവും കുറഞ്ഞ സെക്കൻഡിൽ 100 മീറ്റർ ഓടി തീർക്കുന്നവരെ ആയിരിക്കും ഏറ്റവും അവസാനത്തെ ലാപ്പിൽ നിർത്തുന്നത്. जो 100 मीटर, हर एक व्यक्ति को 100 मीटर दिया गया है, उस 100 मीटर को
सबसे जल्दी पार करने वाला व्यक्ति को सबसे आखिरी में खड़ा करते हैं। ആദ്യത്തെ 100 മീറ്റർ അതിവേഗത്തിലോടുന്നവൻ, शुरुआती 100 मीटर में तेज दौड़ने वाला, ആമേ രണ്ടാമത്തെ അതിലും അല്പം കൂടെ സ്പീഡിൽ ഓടുന്നവർ, दूसरा 100 मीटर थोड़ा और तेज दौड़ने वाला, മൂന്നാമത്തെ ലാപ്പിലേക്ക് വരുന്നവർ അതിലും സ്പീഡ് കൂടിയവർ, तीसरा जो 100 मीटर दौड़ेगा उसको और तेज से भागना होगा, അവസാനത്തെ ഫിനിഷിംഗ് 100 മീറ്റർ ഓടുന്നവരായിരിക്കും ആ രാജ്യത്തിന്റെ അല്ലെങ്കിൽ ആ ഗ്രൂപ്പിന്റെ ഏറ്റവും വേഗത്തിൽ ഓടുന്ന വ്യക്തി. जो आखिरी 100 मीटर होता है वो 100 मीटर वो व्यक्ति दौड़ेगा जो उस क्षेत्र में, उस राज्य में, उस टीम में सबसे तेज दौड़ने वाला व्यक्ति वो आखिरी के 100 मीटर ഈ दौड़ेगा। ക്രിസ്തീയ ജീവിതം നമുക്ക് ഓട്ടത്തോട് തുല്യമാണ്. हमारा जो मसीही जीवन है ये एक दौड़ के समान है। അങ്ങനെയെങ്കിൽ ആദ്യ നൂറ്റാണ്ടിലെ പിതാക്കന്മാർ, അപ്പോസ്തലന്മാർ, സഭാപിതാക്കന്മാരെല്ലാം വേഗത്തിൽ ഓടിയവരാണ്. हम सब जानते हैं हमारे बाप दादा, हमारे जो कलीसिया के जो पिता थे वे सब बहुत तेज दौड़ते थे। പിന്നീട് വന്ന ദൈവസഭയിലെ അധ്യക്ഷന്മാർ, നേരോടുള്ള വിശുദ്ധന്മാരെല്ലാം നന്നായിട്ട് ഓടി. और बाकी बाद में आए हुए अध्यक्ष प्राचीन वो सब अच्छी दौड़ रहे थे। ഇന്ന് നാം ആയിരിക്കുന്ന ഈ അന്ത്യകാലത്തിൽ അവസാന ലാപ്പിലേക്ക് നാം ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. ये आखिरी समय है, आखिरी 100 मीटर है, अंत का दिन निकट आ रहा है। അലസരായിട്ടും ഉദാസീനനും ഓടുന്നവർക്ക് ഈ ഓട്ടത്തിൽ സ്ഥാനമില്ല. अगर आलस से उदासीता से आप दौड़ रहे हैं तो आपका इस दौड़ में कोई स्थान नहीं। ജീവൻ പോകേണ്ടി വന്നാലും ആമേൻ എന്ത് ചെയ്യില്ല, പുറകോട്ട് മാറാതെ നമുക്കൊരു ലക്ഷ്യമുണ്ട്. നമ്മുടെ അവസാന ഫിനിഷിംഗ് ലൈനിൽ എത്തുന്നത് അത് ഓടിയായാലും പറന്നായാലും ഹല്ലേലൂയ എങ്ങനെയെങ്കിലും ആ ഫിനിഷിംഗ് ലൈനെ ടച്ച് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് നമ്മെ അവസാന ലാപ്പിലേക്ക് നിർത്തിയിരിക്കുന്നത്. प्राण देने तक विश्वास रहने के लिए परमेश्वर ने बुलाया है, चाहे दौड़ना पड़े चाहे उड़ना पड़े, हमें आखिरी वो फिनिश लाइन तक हमें समय पर पहुंचना। ആമേൻ നമുക്ക് ആ ഫിനിഷിംഗ് ലൈൻ ക്രോസ് ചെയ്യണം. वो आखिरी जो लाइन है उसको हमें पार करना है। ആമേൻ ദേവാസിനെ പോലെ ലോകത്തിലേക്ക് പോകുന്നവരൊന്നും ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് ആവശ്യമില്ല. देवास जैसे लोगों को आज के क्षण में प्रभु के पास आने की कोई जरूरत नहीं है। ആമേൻ ജയിലിൽ പോകേണ്ടതാൽ ജയിലിൽ ജീവൻ കൊടുക്കേണ്ടി വന്നാൽ ജീവൻ കൊടുക്കേണ്ടി വന്നിട്ട് ധൈര്യമായി നിന്ന് കർത്താവിന് വേണ്ടി നിലകൊള്ളുന്നവരെയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. वो ऐसे लोग को चाहता है जो बिना डर के साथ बंदी गृह में प्राण देने के लिए भी रहने वाले लोग को प्रभु चाहता है। ഇന്ന് രാവിലെ പ്രാർത്ഥിക്കാമോ? ഏതെങ്കിലും രീതിയിലുള്ള ലോകസ്നേഹമോ ഇനിയല്ല ഭയമോ ഏതെങ്കിലും വിഷയത്തിലുള്ള ക്ഷീണമോ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിയിട്ട് ഈ അവസാന ലാപ്പിൽ ഓടുന്ന നമ്മൾ പറയാമോ, കർത്താവേ അതിവേഗത്തിൽ എന്റെ ജീവൻ പോകേണ്ടി വന്നാലും ഈ ഓട്ടക്കളത്തിൽ പിടഞ്ഞു മരിക്കേണ്ടി വന്നാലും എനിക്കൊരു ലക്ഷ്യമുണ്ട്, എനിക്ക് ആ ഫിനിഷിംഗ് ലൈനിൽ എത്തണം. ഇനി ഏതെല്ലാം തടസ്സങ്ങളുണ്ട് അതെല്ലാം മുകളിലൂടെ പറന്ന് ഞാൻ ആ ഫിനിഷിംഗ് ലൈനിൽ എത്തും. കാരണം എന്നെ ഈ അന്ത്യകാലത്തിലെ ശുശ്രൂഷന് വിളിച്ചവനാകിയാൽ കർത്താവേ ആമേ ജീവൻ പോകേണ്ടി വന്നാലും ഹല്ലേലൂയ ആമേ മരണപര്യന്തം വിശ്വസ്തനായിരുന്നുകൊണ്ട് തെല്ലും ഭയമില്ലാതെ അതിശക്തമായിട്ട് ഓടി ഓട്ടം തേപ്പാൻ ദൈവം നമ്മളെ സഹായിക്കാൻ ദൈവത്തിന്റെ അഭിഷേകം ദൈവം നമ്മുടെ മേൽ പകരട്ടെ. प्रभु से कहें, प्रभु चाहे संसार का प्रेम आ जाए, चाहे कुछ भी सताव बढ़े, कष्ट बढ़े, क्लेश बढ़े, कुछ भी हो, वो आपके प्रेम से वो जो दौड़ है, जो दौड़ में दौड़नी है, उस दौड़ में बड़ी विश्वास योग्यता के साथ आखिरी समय तक विश्वास से रहने के लिए प्रभु आप अपनी कृपा और दया हम पर बनाए रखें, प्रार्थना करें। प्रिय എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 38-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കാമോ? എബ്രായ ലേഖനം 10-ാമത്തെ വാക്യം. इब्रानी उसका 10वां अध्याय उसकी 32वीं आयत को हम 38वीं आयत को हम इस प्रकार पढ़ते हैं, എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, पर मेरा धर्मी जन विश्वास से जीवित रहेगा, പിന്മാറുന്നു എങ്കിൽ എന്റെ ഉള്ളത്ത് അവനിൽ പ്രസാദമില്ല. और यदि वो पीछे हट जाए तो मेरा मन उससे प्रसन्न ना होगा। കണ്ട വായിക്കുന്നത് അവൻ പിന്മാറുന്നു എങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. यदि वो पीछे हट जाए तो मेरा मन उससे प्रसन्न ना होगा। നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നവനാണ്. धर्मी जन विश्वास के साथ जीवित रहता है, പിന്മാറുവാൻ നമുക്ക് അനുവാദമില്ല. पीछे हटने की हिदायत हमारे पास है नहीं। ശൗലിനെ കുറിച്ച് വായിക്കുമ്പോൾ രാജാവ് ശൗൽ നന്നായിട്ട് ആരംഭിച്ചവരാണ്, പക്ഷെ അവസാനം തകർന്നുപോയി. हम सब जानते हैं इतिहास के बारे में, शाऊल के बारे में अच्छी दौड़ उससे शुरू की थी लेकिन आखिर में वो गिर गया था। ആമേ നമുക്കറിയാം ദാവീദിന്റെ മകൻ ശലോമോന്റെ ചരിത്രവും അത് തന്നെയാണ്. ആരംഭം വളരെ നന്നായിട്ട് ചെയ്തു, പക്ഷെ അവസാനം വീണുപോയി. दाऊद का बेटा सुलेमान वो भी अच्छी दौड़ दौड़ा शुरुआत में, लेकिन आखिर में हार गया। ഇവിടെ പിതാക്കന്മാരെ കുറിച്ച് വായിക്കുമ്പോൾ അവർ മരുഭൂമിയിൽ യാത്ര ആരംഭിച്ച് ഇസ്രായേലിൽ നിന്ന് ഈജിപ്തിൽ നിന്ന് ഇറങ്ങിയവർ ലക്ഷക്കണക്കിന് ആളുകൾ അവസാനം നമുക്കറിയാം യാത്രയിൽ 40 വർഷത്തെ മരുഭൂമി പ്രയാണത്തിൽ തകർന്നു പോയവരുടെ എണ്ണമാണ് അധികവും. हम यहाँ देख सकते हैं मिस्र के बारे में, मिस्र से निकले हुए लाखों इजरायली लोगों के इतिहास में देखते हैं उन्होंने अच्छी दौड़ शुरू की थी। 40 वर्ष जो वो मरुभूमि में काट रहे थे, वो जितने निकले थे उससे ज्यादा
में मारे गए। ऐसे ആരംഭം നന്നായിട്ട് ആരംഭിച്ചു, പക്ഷേ യാത്രയുടെ മധ്യേ ഏതെല്ലാമോ ലോകത്തിലെ ബന്ധനങ്ങളും പാപത്തിന്റെ മോഹങ്ങളും അവരെ ദൈവത്തിൽ നിന്ന് അകറ്റിയിട്ട് മരുഭൂമിയിൽ തകർന്നുപോയി. 40 साल में वो जब मरुभूमि में थे, अलग अलग उनके ऊपर सांसारिक चीजें, सांसारिक बंधन उनके ऊपर आया, वो भटक गए और मरुभूमि में ही मारे गए। ഇന്ന് ഈ രാവിലെ സമയം വളരെ നന്നായിട്ട് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. आज के सुबह बहुत जरूरी है कि हम अपने आप को देखें कि हम आज कहाँ खड़े हैं। നമ്മുടെ ഓട്ടത്തിന്റെ സ്പീഡ് ആ തുടങ്ങിയതിൽ നിന്ന് കുറഞ്ഞോ അതോ സ്പീഡ് വർദ്ധിച്ചോ എന്ന് നമുക്ക് തന്നെ ശോധന ചെയ്യാമല്ലോ. जो एक धावक की जिम्मेदारी है कि ये देखें कि जो शुरुआत उसने शुरू की थी उससे तेज वो दौड़ रहा है कि नहीं। ആമേൻ. വീണുപോയവരെ ഓർത്ത് ഭാരപ്പെടേണ്ട, പിന്നെ നമുക്ക് ലക്ഷ്യമുണ്ട്, നമ്മുടെ ഓട്ടം നാം പൂർത്തീകരിക്കും. जो गिर गए उनके बारे में सोचने से, उनके बारे में रोने से कुछ ना होगा। जो हमारा जो दौड़ है हमें उस दौड़ को पूरा करना है। മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിലെ 22-ാം വാക്യം കൂടെ വായിക്കാം. मत्ती उसका 10वां अध्याय उसकी 27वीं 22 उसकी 22वीं आयत को मिलकर पढ़ेंगे। मत्ती रचित सुसमाचार उसका 10वां अध्याय उसकी 22वीं आयत इस प्रकार पढ़ते हैं। എന്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും. यहाँ पे 22 में इस प्रकार लिखा है, मेरे नाम के कारण सब लोग तुमसे बैर करेंगे, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവനോ രക്ഷിക്കപ്പെടും. और जो अंत तक धीरज धरे रहेगा उसी का उद्धार होगा। വാക്യം ശ്രദ്ധിക്കണമേ. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവനോ രക്ഷിക്കപ്പെടും. यहाँ पे लिखा है, ध्यान से सुने, अंत तक जो धीरज धरे रहेगा उसका उसी का उद्धार होगा। കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന അന്ത്യകാല സമയത്തിലെ കാര്യങ്ങൾ പറയുമ്പോൾ പറയുന്നു, നിങ്ങളുടെ ഓട്ടം നിങ്ങൾ ആരംഭിച്ചൊക്കെ ശരിയാ, പക്ഷേ അവസാനത്തോളം വിശ്വസ്തരായി നിൽക്കണം. यहाँ पे आखिरी किताब में प्रभु अपने चेलों से कहता है, अपने लोगों से कहता है कि दौड़ तो अच्छी दौड़ी, लेकिन अंत तक विश्वासी रहने के बारे में प्रभु कहता है। സ്മൃണ സഭയോട് ദൈവികാലോചന തന്നെയാണ്, ജീവപര്യന്തം വിശ്വസ്തനായിരിക്കാം. स्मुरना कलीसिया से प्रभु कहता है कि प्राण देने तक, आखिर समय तक विश्वासी रहे। നല്ലൊരു സ്റ്റാർട്ടിംഗ് ലഭിച്ചതുകൊണ്ട് കീടം ലഭിക്കത്തില്ല. अच्छी शुरुआत करने से परिणाम मिलेगा ये जरूरी नहीं है। ആദ്യത്തെ 2 റൗണ്ട് നന്നായിട്ട് ഓടി അമ്മ ചലോ അതിന് കിരീടം തരാം, ഇല്ല, കിരീടം ലഭ്യമല്ല. तुमने शुरुआत अच्छी की थी, तुम्हारा शुरुआती जो राउंड था बहुत अच्छा था, चलो तुम्हें परिणाम देते हैं, ऐसा कानून नहीं, ऐसा आज्ञा नहीं है। അവസാനം നിൽക്കണം, അവസാനം വരെ സഹിച്ചു നിൽക്കണം. आखिरी समय तक, अंत तक उसे सहना है, उसे दौड़ना है। കൂടെ നിന്ന് തന്നെ സ്മൃണ സഭയിൽ അഭിഷിക്തന്മാരെ ജയിലിൽ അടച്ചു, പലരുടെയും ശിരച്ഛേദം ചെയ്യിച്ചു. कितने लोग जो साथ में दौड़ रहे थे उन्हें बंदीगृह में डाल दिया, कितने लोग को मार दिया। എത്രയോ പേർ പെർഗമോ സഭയെ കുറിച്ച് പറയുന്നു, നിങ്ങളുടെ ലീഡറായിരുന്ന അന്തിപ്പാസിനെ കൊന്ന സമയത്ത് പോലും നിങ്ങൾ വിശ്വസ്തരായിരുന്നു. परगमुस कलीसिया से प्रभु कहता है कि तुम्हारा विश्वासी, तुम्हारा अगुवा अंतिपास मारा गया, फिर भी तुम विश्वास में बने रहे। ഏഷ്യാമനിലെ സഭകളെല്ലാം കഠിനമായ പീഡനം സഹിച്ച കാലത്താണല്ലോ വെളിപ്പാട് പുസ്തകത്തിന്റെ സന്ദേശം ദൈവസഭയ്ക്ക് ലഭിക്കുന്നത്. एशिया मन में जो प्रदेश था, प्रांत था, उस क्षेत्र में जितने कलीसिया थे, 57वें समय में एक किताब लिखी गई थी। ആമേ. പത്മോസ് ദ്വീപിൽ ലേഖനായി യോഹന്നാൻ കഴിയുമ്പോൾ ദൈവിക ശബ്ദം പറയുന്നു, സ്മൃണ സഭയോട് ഇങ്ങനെ എഴുതുക, ജീവപര്യന്തം വിശ്വസനായിരിക്കുക, മരണപര്യന്തം വിശ്വസനായിരിക്കുക. पत्मोस टापू में बैठा यूहन्ना से प्रभु कहता है स्मुरना कलीसिया के बारे में कि उनसे जाके कहे कि प्राण देने तक, अंत के समय तक विश्वासी रहे, ऐसी आज्ञा दी गई है। ഇന്ന് രാവിലെ അതിശക്തമായ ദൈവിക ശബ്ദം ശ്രദ്ധിച്ച് കേൾക്കണമേ. ലോകത്തിലെ സന്ദേശങ്ങൾ, ന്യൂസുകൾ, ആമ എന്ത് തന്നെ ആയിരുന്നാലും നമ്മുടെ വിഷയം വിശുദ്ധ വേദപുസ്തകം സത്യമാണ്. നമുക്ക് ജീവപര്യന്തം, മരണപര്യന്തം വിശ്വസനായിരിക്കണം. बात ध्यान से सुने कि भले ही समाचार अलग अलग हमारे कानों में आता है, हम लोग रोजमर्रा के कामों में समाचार सुनते हैं, लेकिन ये हमारा ये काम नहीं। हमारा काम ये है कि अंत के समय तक, अंत तक विश्वासी रहने के बारे में प्रभु क्या कहता है। ദേമാസിനെ പോലെ തകർന്നവർ ലിസ്റ്റിൽ നമ്മുടെ പേര് ഉണ്ടാകാതിരിക്കട്ടെ. जैसे भटके हुए लोगों के जो सूची में हमारा नाम नहीं होना चाहिए। നല്ലവനും വിശ്വസ്തനുമായ ദാസനെ സ്വർഗ്ഗീയ വിളിക്ക് ഓഹരിക്കാരാകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. और एक अंत समय तक दौड़ने के लिए विश्वास योग्य एक लोगों के सूची में प्रभु हमारा नाम डालने पाए। ഈ അന്തിമ റൗണ്ടിൽ നാം ആയിരിക്കുമ്പോൾ, വിശുദ്ധന്മാരുടെ നിരയിൽ നാം ഓടുമ്പോൾ അതിവേഗത്തിൽ ഓടുവാൻ ദൈവം നമുക്ക് ബലം തരട്ടെ. अंतिम राउंड में धर्मी जनों के बीच में सबसे तेज दौड़ने के लिए प्रभु हमको सहायता करने पाए। ആത്മാവിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ സമയങ്ങൾ ദീർഘമാകട്ടെ. आत्मा में भरकर प्रार्थना करने वाली कलीसियाओं की गिनती बढ़ने पाए। നമ്മുടെ ഉള്ളിൽ ആമേ ആത്മാവിന്റെ ജ്വലിക്കുന്ന അനുഭവങ്ങൾ വീണ്ടും വർദ്ധിക്കട്ടെ. आत्मा की ज्वाला हमारे अंदर ज्वलित हो रही है, वो और ज्वलित होने पाए। ആമേ. നമ്മുടെ വേദപുസ്തക അധ്യയന സമയങ്ങൾ വർദ്ധിക്കട്ടെ, ദീർഘമാകട്ടെ.
हमारे हमारे अध्ययनों की जो समय है, अध्ययनों का जो जो समय काल है वो बढ़ने पाए। നമ്മുടെ ഉള്ളിലെ ദൈവസ്നേഹത്തിന്റെ ആഴങ്ങൾ വീണ്ടും വർദ്ധിക്കട്ടെ. हमारे अंदर जो मसीही प्रेम हमारे अंदर है उसकी गहराई बढ़ती जाए। നമ്മുടെ ഉള്ളിലെ അഭിഷേകത്തിന്റെ ശക്തി അതിവേഗത്തിൽ വർദ്ധിക്കട്ടെ. हमारे अंदर अभिषेक की जो सामर्थ्य है वो बढ़ती जाए। നമുക്ക് പിന്മാറുവാൻ ഒരിക്കലും ഇടവരരുത്. हमें भटकने का बिल्कुल समय ना मिलने ആമേ, पाए। കഷ്ടങ്ങൾ വരട്ടെ, പ്രതികൂലങ്ങൾ വരട്ടെ, വെല്ലുവിളികൾ വരട്ടെ, ആരെല്ലാം വിരോധമായി നിന്നാലും ഹല്ലേലൂയ, നമ്മെ കുറിച്ച് ദൈവിക പദ്ധതിയാണ് സ്മൂർന്ന സഭയെ, ദൈവത്തിന്റെ സഭയെ നിങ്ങൾ ആമേ മരണപര്യന്തം വിശ്വസനായിരിക്കട്ടെ. हमारी प्रिय ये आज्ञा है, चाहे सताव आए, चाहे कष्ट आए, चाहे क्लेश आए, स्मुरना कलीसिया से प्रभु कहता है प्राण छोड़ने तक विश्वासी रहे। ഈ സന്ദേശം കേൾക്കുന്ന സമയത്ത് ആത്മാവിൽ പറയാമോ ഹല്ലേലൂയ, ഈ കഷ്ടങ്ങളെല്ലാം ആമേൻ ഒരുമിച്ച് നേരിടുമ്പോഴും ആമേൻ ഇന്ന് രാവിലെ ഞാൻ ആത്മാവ് ഒരു പ്രാവശ്യം കൂടെ പ്രാർത്ഥിക്കുന്നു, കർത്താവേ അതിവേഗത്തിലോടി ആമേൻ ദൈവം തന്ന ആയുസ്സിന്റെ സായാഹ്നം അവസാന ശ്വാസം വരെ അല്പം പോലും ആമേൻ അവിശ്വസ്ത കടന്നു വരാതെ അതിശക്തമായ അതിവേഗത്തിലോടി ഞാൻ എന്റെ യാത്ര തീർക്കാൻ ദൈവമേ നീ എന്നെ സഹായിപ്പാൻ കൃപ തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കാമോ ഇന്ന് രാവിലെ? आज की सुबह इस वजह से हम लोग ये प्रचार सुन रहे हैं, सब वचन सुन रहे हैं, हम लोग ध्यान से और परमेश्वर के सामने प्रार्थना घुटने टिकाएं। प्रभु ये दौर में आप मुझे सहायता कर, बिना भटकने के लिए सताव बढ़े, चाहे कष्ट बढ़े, चाहे क्लेश बढ़े, कुछ भी बढ़े, लेकिन वो विश्वास घटने ना पाए, विश्वास बढ़ता ही जाए। തിമോഥെയോസിനെ പൗലോസ് പറയുന്നല്ലോ, ഞാൻ എന്റെ ഓട്ടം തികച്ചു വിശ്വാസം കാത്തു. तिमुथियुस की किताब में प्रभु कहता, पौलुस कहता है कि मैं अपनी दौड़ अच्छी तरीके से दौड़ा। ആമേ, വിശുദ്ധന്മാർ ഓട്ടം തികച്ചവരാണ്. जो जो विश्वासी धर्मी जन है वे अच्छी दौड़ दौड़ते हैं। ആമേ, ലോകത്തിലെ നന്മകളെ ഉപേക്ഷിച്ച് ദൈവനാമത്തിന്റെ കഷ്ടമെല്ലാം സഹിച്ചിറങ്ങിയ നാം ഹല്ലേലൂയ പാതി വഴിയിൽ തകർന്നു പോകരുത്. അതിവേഗത്തിൽ പറയാം, കർത്താവേ ഹല്ലേലൂയ, മരിക്കേണ്ടി വന്നാലും ഈ നാമത്തിന് വേണ്ടി ജീവൻ കൊടുക്കേണ്ടി വന്നാലും ഞാൻ തയ്യാർ കർത്താവേ. പക്ഷേ ഒരു നിമിഷം പോലും അങ്ങ് തള്ളിപ്പറഞ്ഞ് തകർന്നു പോകുവാൻ ഇടയാക്കരുത്. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാമോ? അഭിഷിക്തന്മാർ പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, ദൈവമേ ആമേ, ക്ഷീണമില്ലാതെ ആമേ, ബലം കുറഞ്ഞു പോകാതെ ഹല്ലേലൂയ ഞാൻ നന്നായി ഓടിയിരുന്നു, നന്നായി അധ്വാനിച്ചിട്ട് പക്ഷേ കർത്താവേ ഈ അന്തിമ നാളുകളിൽ അതിലും അതിവേഗത്തിന്റെ വേല ചെയ്യുവാൻ കർത്താവ് കൃപ തരുമാറാകണമേ. വിശുദ്ധന്മാരെ വിശ്വാസത്തിൽ പ്രാർത്ഥിച്ചാണ് കർത്താവേ, അതിവേഗത്തിൽ കർത്താവേ ആമേ ജീവൻ കൊടുക്കേണ്ടി വന്നാലും പിന്മാറാതെ ഈ വിശ്വാസത്തിന് വേണ്ടി നിൽപ്പാൻ ദൈവമേ നീ കൃപ തരുമാറാകണമേ. പ്രാർത്ഥിക്കാമോ? നമുക്ക് ചേർന്ന് പറയാം ഇന്ന് രാവിലെ, ആമേ, ജീവൻ കൊടുക്കേണ്ടി വന്നാലും പിന്മാറാതെ ഞാൻ നിൽക്കും. ഹല്ലേലൂയ, ദൈവമേ നീ കൃപ തരുമാറാകണമേ. सांसारिक अभिलाषाओं से दूर हटकर प्रियो विश्वासी रहने के लिए अंत के समय तक, अंत के उस आखिरी फिनिश लाइन तक, वो अंत के दौर के आखिरी समय तक विश्वासी रहने के लिए प्रभु से प्रार्थना करें। अभिषिक्त लोग, प्रिय लोग, पवित्र जन मिलकर प्रार्थना करें। प्रभु से बोले, प्रभु विश्वासी रहने के लिए संसारिक जो बातें हैं उन्हें छोड़कर विश्वास बने रहने के लिए प्रभु आप सहायता करने के लिए प्रियो प्रार्थना करें। വായിക്കുന്നത് 10-ാമത്തെ വാക്യം നാം വായിച്ച 2-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ നീ സഹിക്കുവാനുള്ളത് പേടിക്കേണ്ട. प्रकाशित वाक्य उसका दूसरा अध्याय उसका 10वें आयत में प्रभु इस प्रकार स्मुरना कलीसिया से कहता है, जो जो अंत प्राण देने तक विश्वासी रहे तो मैं तुझे जीवन का मुकुट दूंगा। जो दुख तुझको झेलने होंगे उनसे मत डर, क्योंकि देख शैतान तुम में से कुछ को जेल खाने में डालने पर है। താഴെ വായിക്കും, നിങ്ങൾക്ക് 10 ദിവസം അല്ലേ, അതെ 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും, മരണപര്യന്തം വിശ്വസനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. और आखिरी में लिखा है 10 दिन तक क्लेश उठाना होगा, प्राण देने तक विश्वास रहे तो मैं तुम्हें जीवन का मुकुट दूंगा। ജീവകിരീടം, जीवन का मुकुट, ആമേ, നിത്യജീവനെ കുറിച്ചുള്ള ദൈവിക പദ്ധതിയാണ് ആമേ നമുക്ക് ലഭിക്കാൻ പോകുന്നത്. ജീവന്റെ കീടം എന്ന് പറഞ്ഞാൽ നിത്യജീവൻ, കർത്താവിനോട് ചേർന്നുള്ള എറ്റേണൽ ലൈഫ് എന്നാണ് അർത്ഥം. जो जीवन का मुकुट है इसका मुख्य विषय, मुख्य कारण ये है अनंत जीवन, परमेश्वर के साथ में एक जीवन के बारे में यहाँ लिखा हुआ। ഇവിടുത്തെ കഷ്ടങ്ങൾക്കെല്ലാം അറുതിയുണ്ട്. यहाँ जो जहाँ यहाँ की जो कष्ट है, यहाँ के जो क्लेश है, उन सब का एक आखिरी दिन आने वाला है। നമുക്കിതെല്ലാം ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കഷ്ടതകളെല്ലാം എണ്ണി അവസാനിപ്പിക്കാം. यहाँ पे जो कष्ट है, जो क्लेश है, हम उसे गिनकर, हाथों में गिनकर हम उसे खत्म कर सकते हैं। ആമേൻ. ഇവിടുത്തെ നാം ഞെരുങ്ങിയ ഞെരുക്കത്തെ ദിനങ്ങൾക്ക് അത് എണ്ണമുണ്ട്, നമുക്ക് എണ്ണിയാൽ തീരുന്നതാണ് ഇവിടുത്തെ കഷ്ടതയുടെ ദിവസങ്ങൾ. यहाँ पे जो हमारे कष्ट है, जो दिन के जो मुश्किल समय है, वो हम गिन सकते हैं। എന്നാൽ ഈ കഷ്ടത സഹിച്ച് നാം പ്രവേശിക്കുവാൻ പോകുന്ന ദിനങ്ങൾക്ക് എണ്ണമില്ലാത്ത ദിനങ്ങൾ, ജീവന്റെ നാളുകൾ, നിത്യജീവനിലേക്ക് നാം പ്രവേശിക്കാൻ പോകുന്നവരാണ്. ये कष्ट सब सहने के बाद जो अनंत जीवन में मिलने जा रहा है उसकी कोई गिनती नहीं है प्रिय। അതുകൊണ്ടാണ് ശക്തമായ ദൈവിക ദൂത് പറയുന്നത്,
മരണപര്യന്തം വിശ്വസ്തനായിരിക്കാം. इसलिए प्रभु का संदेश इस प्रकार कलीसिया से कहता है कि मरने के समय तक विश्वासी रहे. ഈ വാക്യത്തെ രണ്ടായി നമുക്ക് തിരിക്കാം. इस वचन को हम दो भाग करते हैं. മരണപര്യന്തം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ എണ്ണിയാൽ തീരുന്ന ദിനങ്ങളാണ്. ഇവിടുത്തെ നമ്മുടെ ആയുസ് ദിനങ്ങൾ എണ്ണിയാൽ തീരും. प्राण देने का मतलब है हमारा जो सांसारिक जीवन है ये बहुत जल्दी समाप्त होगा. എന്നാൽ രണ്ടാമത്തെ ഭാഗം നിങ്ങൾ പ്രാപിക്കാൻ പോകുന്ന ജീവന്റെ കിരീടമാണ്. അത് എറ്റേണൽ ലൈഫ്, നിത്യതയിൽ എണ്ണിയാൽ തീരാത്ത അനന്തമായ നിത്യതയാണ്. ആ ഭാഗത്തിന് വരുവാൻ പോകുന്ന ദിനങ്ങൾക്ക് അവസാനമില്ല, അന്തമില്ല. लेकिन जो दूसरा जो भाग है जहाँ पे लिखा है तुम्हें जीवन का मुकुट दूंगा, उसके पीछे ये है प्रियो कि हमें अनंत जीवन मिलने वाला है. उस अनंत जीवन की कोई गिनती नहीं है, उसको हम गिन नहीं सकते, उसको हम माप नहीं सकते. वो एक बहुत बड़ा विशाल एक परिणाम प्रभु में देने जा रहा है. ആമേ. സ്മരണയിലെ ഞെരുങ്ങി കഷ്ടത അനുഭവിക്കുന്ന സഭയോടുള്ള ദൈവിക വാഗ്ദത്തം കണ്ടോ? ഈ ദിനങ്ങൾ എണ്ണപ്പെട്ടതാണ്. നിങ്ങൾ ഇവിടെ വിശ്വസ്തരായി നിന്നാൽ നിങ്ങൾ പ്രവേശിക്കുവാൻ പോകുന്ന നിത്യതയ്ക്ക് ആമേ എണ്ണിയാൽ തീരാത്ത ദിനങ്ങൾ. ഹല്ലേലൂയ. ആമേ. അനന്തമായ നിത്യമായ എറ്റേണിറ്റിയിലേക്ക് പ്രവേശിക്കാൻ പോകുന്നതുകൊണ്ട് നിങ്ങൾ വിശ്വസ്തരായി നിൽക്കുവാനുള്ള ഉപദേശമാണ് ഈ വാക്യങ്ങളിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ദൈവസഭയെ കൈമാറുന്നത്. स्मुरना कलीसिया से प्रभु इस वचन के द्वारा यह कहने जा रहा है, ये कहना चाह रहा है प्रभु कि तुम्हारा ये जो सताव है, जो स्मुरना कलीसिया की जो सताव तुम सह रहे हो, वो सताव, जो कष्ट, जो क्लेश के दिन है, ये बहुत जल्दी खत्म होने वाले हैं. ये कष्ट और क्लेश के समय में भी अंत के समय तक विश्वास से रहे तो तुम्हें इस जीवन के बाद एक अनंत जीवन का एक परिणाम, वो जीवन का मुकुट मिलने वाला है. എന്റെ വാക്കിൽ നിർത്തുകയാണ് ഈ ഭാഗത്ത്. मैं ये वचन को कहकर अपने शब्दों को विराम देना चाहता हूँ. നമുക്ക് അതിവേഗം നമ്മുടെ ജീവിതം അവസാനിക്കും. हमारा जीवन बहुत जल्द ही समाप्त होगा. നമ്മുടെ കഷ്ട ദിനങ്ങൾ അവസാനിക്കാൻ പോകുകയാണ്. हमारा जो कष्ट, जो क्लेश का जो दिन है वो समाप्त होने जा ഈ रहा है. ദിനങ്ങൾക്കെല്ലാം അവസാനമുണ്ട്. ये जो दिन है ये सब का एक अंत है. ലോകം നമ്മെ ഞെരുക്കുന്നതിന് അവസാനമുണ്ട്. എണ്ണിയാൽ തീരുന്ന ദിനങ്ങളെ അവർ നമ്മളെ ഞെരുക്കുകയുള്ളൂ. संसार हमें जो कष्ट दे रहा है उन कष्टों के दिनों को हम गिन सकते हैं. എന്നാൽ വെളിപ്പെടുവാൻ പോകുന്ന മഹത്വം ദിനങ്ങൾക്ക് എണ്ണമില്ലാത്ത ദിനങ്ങളാണ്. लेकिन जो चीजें प्रकट होने वाली हैं अनंत जीवन के बारे में वे सब उन सबको हम गिन नहीं सकते. ഇന്ന് രാവിലെ ആത്മാവിൽ ആനന്ദത്തോടെ ഈ സന്ദേശത്തിന്റെ ഉള്ളടക്കം ശ്രദ്ധിക്കണമേ. ഈ കാല കഷ്ടങ്ങൾ സാരമില്ല, ഇത് എണ്ണിയാൽ തീരും. എന്നാൽ വരുവാൻ പോകുന്ന നിത്യതയ്ക്ക് അവസാനമില്ല. ആമേ. ആരെല്ലാം ഒരുമിച്ചിരുന്ന് എണ്ണിയാലും തീരാത്ത നിത്യത ദിനങ്ങൾ നമ്മുടെ മുമ്പിൽ ആമേ കർത്താവ് വാഗ്ദാനം ചെയ്ത് പറയാമോ? ഹല്ലേലൂയ. ഈ കാല കഷ്ടങ്ങൾ സാരമില്ല. ആമേ. ഞാൻ പ്രവേശിക്കുവാൻ പോകുന്ന നിത്യതയുടെ ആമേ അളവ് വലിയതായതുകൊണ്ട് ഈ കഷ്ടതയെ ഞാൻ സാരമില്ല എന്നെണ്ണി വിശ്വസ്തനായ വിശുദ്ധിയോ നിൽപ്പാൻ ദൈവമേ ഇന്ന് രാവിലെ ഞാൻ എന്നെ ദൈവം ഭാഗം സമർപ്പിക്കുന്നു. प्रभु के सामने खुद को समर्पित करें. प्रभु संसारिक अभिलाषाओं से, संसारिक जो प्रियता है वो प्रियता को छोड़कर वो संसारिक जो अभिलाषाएं जीवन में आती हैं उन सबको त्याग कर अंत के समय तक, अंतिम श्वास तक विश्वासी रहने के लिए प्रभु आप मुझे मदद करें. वो अनंत जीवन का भाग होने के लिए, वो जीवन का मुकुट मिलने के लिए प्रभु आप मेरी सहायता करें. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ നീ ജീവകിരീടം പ്രാപിക്കും. प्राण छोड़ने तक विश्वासी रहे तो तुम्हें जीवन का मुकुट मिलेगा. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. प्रभु आपको आशीष करे. सबको जय मसीह. ആമേൻ. ആമേൻ. आमेन. ആമേൻ. आमेन.